സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിലുള്ള ഓരോ സ്റ്റെപ്സാണ് പറയുന്നത്. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷനിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ. നമ്മൾ പ്രൊജക്റ്റായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഓരോ പ്രൊജക്റ്റുകളായിട്ടാണ് നമ്മൾ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണ് പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് സീനിയർ മാനേജേഴ്സ് നീഡ് ടു മേക്ക് ഷുവർ ദ റൈറ്റ് പ്രൊജക്റ്റ് ഗെറ്റ് ഡൺ ഓൺ ടൈം. സീനിയർ ആയിട്ടുള്ള മാനേജർമാർ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ് നമ്മൾ റൈറ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ് ഈ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി നടപ്പിലാക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. വിത്തിൻ ദി ബഡ്ജറ്റ് പ്രൊവിഷൻസ്, അതിൻ്റെ ബഡ്ജറ്റ് പ്രൊവിഷൻസിലും മറ്റു സ്പെസിഫിക്കേഷനിലും അനുസരിച്ച് ഒരു റൈറ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള ഉറപ്പുവരുത്തേണ്ട ആവശ്യകതയുണ്ട്. നമ്മൾ സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് ദി ഓവറോൾ സ്ട്രാറ്റജി, നമ്മുടെ സ്ട്രാറ്റജിൻ്റെ സിഗ്നിഫിക്കൻറ്റ് പാർട്ട് സപ്പോർട്ടഡ് ബൈ ദി റൈറ്റ് അപ്രോച്ച്, പ്രോസസ്, ടൂൾസ് ആൻഡ് ടെക്നിക്സ്. ഈ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ടൂൾസും ടെക്നിക്സും പ്രോസസ്സും ഒക്കെ ചേർന്നതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജിയുടെ സിഗ്നിഫിക്കൻറ്റ് പാർട്ട് എന്ന് പറയുന്നത്. സ്ട്രാറ്റജി ദാറ്റ് ടു പ്ലാൻസ്, പ്രോഗ്രാംസ്, പ്രൊജക്റ്റ്. സ്ട്രാറ്റജിയാണ് നമ്മുടെ പ്ലാൻസിലേക്കും പ്രോഗ്രാംസിലേക്കും പ്രൊജക്റ്റിലേക്കെല്ലാം ലെഡ് ചെയ്യുന്നതുമായി നടത്തുന്നത്. അപ്പോൾ സ്ട്രാറ്റജി അതിൻ്റെ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ, പ്രൊസീജിയർ ഇംപ്ലിമെൻറ്റേഷൻ, സ്ട്രക്ചർ ഇംപ്ലിമെൻറ്റേഷൻ, ബിഹേവിയറൽ ഇംപ്ലിമെൻറ്റേഷൻ, അത് വ്യത്യസ്ത സ്റ്റെപ്പുകളായിട്ടാണ് ഈ ഇംപ്ലിമെൻറ്റേഷൻ പൂർത്തീകരിക്കുന്നത്. അതിൽ നിന്ന് പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ആണെങ്കിൽ ഓരോ പ്രോഗ്രാമും പ്രൊജക്റ്റുകളും ഉണ്ടായിരിക്കും ഓരോ സ്ട്രാറ്റജിക്ക് എന്നുള്ളതാണ്. അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് യൂണിറ്റ് ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൻ്റെ ബേസിക് യൂണിറ്റാണ് പ്രൊജക്റ്റ്. നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്, പോർട്ട്ഫോളിയോ ഓഫ് പ്രൊജക്ട്സുകളാണ്. പോർട്ട്ഫോളിയോ ഓഫ് പ്രൊജക്റ്റുകൾ ചേർന്നതായിരിക്കും നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ ഒരു പ്ലാൻ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുമ്പോൾ, സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെവറൽ പ്രോഗ്രാംസ് നമ്മൾ റൺ ചെയ്യേണ്ടത് വരും. അത്തരത്തിൽ സെവറൽ പ്രോഗ്രാംസ് റൺ ചെയ്യുന്നതിനെയാണ് പ്രൊജക്റ്റ്, അല്ലേ, ആ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രൊജക്റ്റ് മേ ഇൻക്ലൂഡ് ഫാക്ടറി എക്സ്പാൻഷൻ ആവാം, മെഷീൻസ് ഇൻസ്റ്റാളേഷൻ ആവാം, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആവാം, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് ആവാം, ബിസിനസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആവാം, വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ആവാം, എംപ്ലോയി എംപവർമെൻറ്റ് ആവാം. ഇതിൽ ഏതെങ്കിലും ഒരു ഒന്നിനായിരിക്കും പ്രൊജക്റ്റ് എന്ന് നമ്മൾ പറയാം. അതിൻ്റെ കൃത്യമായ എസ്റ്റിമേറ്റ് ചെയ്ത കോസ്റ്റും പിന്നെ അതിൻ്റെ കൃത്യമായ നടപടിക്രമങ്ങളും ഇതൊക്കെ അതിൽ പ്രൊജക്റ്റിൽ ഉണ്ടായിരിക്കും. ഒരു ഫാക്ടറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം, ഒരു ഫാക്ടറി എക്സ്പാൻഷന് വേണ്ടി വരുന്ന അതിൻ്റെ ചിലവ് വരവ് കറക്റ്റ് അതിൻ്റെ ഒരു പ്രൊജക്റ്റ് ഇവാലുവേഷൻ നടത്തിയിട്ട് വേണം അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് നമ്മൾ പോകാൻ. ഓരോന്നിനും വരുന്ന അതിൻ്റെ കോസ്റ്റ്, അതിൻ്റെ മറ്റു ഘടകങ്ങളെല്ലാം നോക്കിയിട്ടാണ് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് ആണെങ്കിൽ, ബിസിനസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ, വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ, എംപ്ലോയി എംപവർമെൻറ്റ് ആണെങ്കിൽ ഒക്കെ നമ്മൾ അതിൻ്റെ ഒരു പ്രൊജക്റ്റ് എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടായിരിക്കും ചെയ്യുക. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ മേക്കിംഗ് പ്രോഫിറ്റ് ഓർ എക്സ്റ്റൻഷൻ ഓഫ് സർവീസ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, പുതിയതായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തുറക്കുകയാണോ അല്ലെങ്കിൽ നിലവിലുള്ളതിന് എക്സ്റ്റൻഷൻ ഓഫ് സർവീസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനാണ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. വൺ ഷോട്ട്, ടൈം ലിമിറ്റഡ്, ഗോൾ ഓറിയൻറ്റഡ്. പ്രൊജക്റ്റ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? ഇത് വൺ ഷോട്ടാണ്, ഒറ്റ ടൈമുള്ളതാണ്. ടൈം ലിമിറ്റഡ് ആണ്, ടൈമിന് ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ചെയ്യണമെന്നുണ്ട്. ഗോൾ ഓറിയൻറ്റഡ് ആണ്, അതിൽ ലക്ഷ്യപൂർത്തീകരണമുണ്ട്. മെജർ അണ്ടർടേക്കിംഗ് റിക്വയറിംഗ് ദി കമ്മിറ്റ്മെൻറ്റ് ഓഫ് വേരിയഡ് സ്കിൽസ് ആൻഡ് റിസോഴ്സസ്. അവിടെ അനാവശ്യമായിട്ടുള്ള സ്കിൽസും റിസോഴ്സസും ഒക്കെ സ്വരുക്കൂട്ടിയിട്ട് ചെയ്യുന്നതാണ്. ആ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പിരിച്ചുവിട്ട് കഴിഞ്ഞത് അതിൻ്റെ ക്ലോസിങ് ആണ്. പിന്നെ അത് പിന്നീട് അത് തുടരേണ്ടതില്ല. ഒരു പ്രൊജക്റ്റൊക്കെ നമ്മൾ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യുന്നതാണെങ്കിൽ ആ പ്രൊജക്റ്റ് കഴിയുന്നതോടുകൂടി നമ്മൾ വർക്ക് കഴിയും. ആ രീതിയിൽ ഓരോന്ന് സ്കില്ലും റിസോഴ്സും കൃത്യമായി നിർണ്ണയിച്ചിട്ടുള്ള ഒന്നായിരിക്കും പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹൈലി സ്പെസിഫിക് പ്രോഗ്രാം, അതാണ് പറയുന്നത്. സ്പെസിഫിക് പ്രോഗ്രാമാണ് ഫോർ വിച്ച് ടൈം ഷെഡ്യൂൾ ആൻഡ് സ്പെസിഫിക് കോസ്റ്റ്. പ്രത്യേക ടൈം ഷെഡ്യൂൾ അനുസരിച്ചിട്ടുണ്ടാവും, സ്പെസിഫിക് കോസ്റ്റ് ആൻഡ് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടാവും ഇൻ അഡ്വാൻസ് ആയിട്ട്. നമ്മൾ മുൻകൂട്ടി തന്നെ അതിന് വേണ്ടി വരുന്ന കോസ്റ്റും അതിന് വേണ്ടി വരുന്ന ഒരു ടൈം ഷെഡ്യൂളൊക്കെ വ്യക്തമായിട്ട്
നിർണയിച്ച് നൽകിയിട്ടുണ്ടാകുന്ന ഒരു സ്പെസിഫിക് പ്രോഗ്രാം ആയിരിക്കും പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് വ്യക്തമായിട്ടുള്ള ഒരു കോസ്റ്റ് എന്താണ്, ടൈം ഷെഡ്യൂൾ എന്താണെന്നൊക്കെ നിർണ്ണയിച്ച് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് പൂർത്തിയാകുന്ന ടൈമിൻ്റെ ഉള്ളിൽ പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ വർക്ക് കഴിഞ്ഞ്. അതുവരെയാണ് നമുക്ക് ആ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷനിൽ നമ്മൾ ആ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ആണെങ്കിൽ ആ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് തുടക്കം മുതൽ അതിൻ്റെ ഒരു കോസ്റ്റും അതിൻ്റെ ടൈമും നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. ആ കോസ്റ്റിൻ്റെ ഉള്ളിൽ ആ ടൈമിൻ്റെ ഉള്ളിൽ നിർവഹിച്ച് കഴിഞ്ഞ് എന്നുള്ളതാണ്. നീട്ടിക്കൊണ്ടുപോകുന്ന പ്രശ്നമില്ല. ഒരു പ്രൊജക്റ്റ് ആ ഒരു ടൈം പീരീഡിനുള്ളിൽ പൂർത്തീകരിച്ചിരിക്കും. അതാണ് ഇതിൻ്റെ ടൈം ബോണ്ടായിട്ടുള്ള ഒന്നായിരിക്കും പ്രൊജക്റ്റ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റാണ് നമ്മൾ ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് കൂടി പഠിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്, ഒരു പ്രൊജക്റ്റിൻ്റെ മാനേജ്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെ, ഇതൊക്കെ എന്ത് ചെയ്യും നമ്മൾ സ്ട്രാറ്റജിക് മാനേജർ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. പ്രൊജക്റ്റ് ക്രിയേറ്റ് ഓൾ നെസറി കണ്ടീഷൻസ് ആൻഡ് ഫെസിലിറ്റീസ് ഫോർ ദി സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ. പ്രൊജക്റ്റാണ് നമുക്ക് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ്റെ എല്ലാ ഫെസിലിറ്റീസും കണ്ടീഷൻസും പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അതിന് പ്രൊജക്റ്റിന് തന്നെ പ്രിൻസിപ്പിൾസും ടെക്നിക്സും ഉണ്ട് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ. ആ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസും ടെക്നിക്സും ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് പൂർത്തീകരിക്കുക. എന്തൊക്കെയാണ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇനീഷ്യേറ്റിംഗ്, പ്ലാനിങ്, എക്സിക്യൂട്ടിങ്, കൺട്രോളിങ്, ക്ലോസിങ്. ഇതാണ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സ്. ഒരു പ്രൊജക്റ്റ്, ദിസ് ഈസ് സ്റ്റാർട്ട് ഓഫ് ദി പ്രൊജക്റ്റ് and goal of this phase is to define a project at a broad level. ഒരു പ്രൊജക്റ്റിനെ നമ്മൾ ബ്രോഡ് ലെവലിൽ ഡിഫൈൻ ചെയ്ത് ഇന്നതാണെന്ന് പ്രൊജക്റ്റ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഘട്ടമാണ് ഇനീഷ്യേഷൻ ഫേസ്. ഇത് ഒരു ബിസിനസ്സിൻ്റെ ആരംഭത്തിൽ നമ്മൾ പ്രൊജക്റ്റ് ഉണ്ടാക്കേണ്ടതുണ്ട്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ആരംഭിക്കുന്നതാണിത്. അത് ബിസിനസ്സിൻ്റെ ഒരു തുടക്കം എപ്പോഴാണോ ഉണ്ടാകുന്നത് ആ ഫേസിൽ തന്നെ നമ്മൾ ഈ പ്രൊജക്റ്റ് ഇനീഷ്യേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് അതിനാവശ്യമായിട്ടുള്ള കുറേ റിസർച്ച് വർക്കുകളൊക്കെ ആവശ്യമായി വരിക. അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുക, ഇത് സാധ്യമാണോ അല്ലേ എന്നൊക്കെ നടത്തുക. ഈ സ്റ്റേജിലാണ് പ്രൊജക്റ്റ് ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുക. ഇതിൽ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടേ എന്നുള്ളൊരു ഗ്രീൻ സിഗ്നൽ നൽകുന്നത് ഈ ഇനീഷ്യേഷൻ സ്റ്റേജിലാണ്. ഇതിനായിട്ട് പ്രൊജക്റ്റ് ചാർട്ടർ തയ്യാറാക്കേണ്ടതുണ്ട്. ആ ചാർട്ട് ചെയ്തതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അതിനാവശ്യമായിട്ടുള്ള മറ്റ് റിക്വയർമെൻറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്ന് ശരിയാക്കിയിരിക്കണം. അതിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ മറ്റ് നീഡ്സ് എന്തൊക്കെയെന്നുണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഇനീഷ്യേറ്റിംഗ് പ്രൊജക്റ്റിൻ്റെ ആ ഒരു ഡിഫൈൻ ചെയ്യുന്ന ഘട്ടം കടന്നു പോകാൻ. അപ്പം പ്രൊജക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഘട്ടം എന്ന് പറഞ്ഞാൽ ആ പ്രൊജക്റ്റിനെ വ്യക്തമായി ഡിഫൈൻ ചെയ്യുന്ന ഒരു സ്റ്റേജാണ്, ഒരു ഘട്ടമാണ്. ആ വ്യക്തമായി ഡിഫൈൻ ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബിസിനസ് ആരംഭിക്കുന്ന ഘട്ടം പോലെ നോക്കണം. നമ്മളൊരു ബിസിനസ് ആരംഭിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡിയൊക്കെ നടത്തും. അത്തരത്തിൽ ഫീസിബിലിറ്റി സ്റ്റഡിയൊക്കെ നടത്തിയിട്ട് വേണം ഈ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൽ ഇനീഷ്യേഷൻ ഫേസ് കടക്കാൻ. രണ്ടാമത്തേതാണ് പ്രൊജക്റ്റ് പ്ലാനിങ്. പ്രൊജക്റ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഫേസ് കീ സക്സസ്ഫുൾ ഓഫ് ദി പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്. ഒരു റോഡ് മാപ്പ് എവരിവൺ വിൽ ഫോളോ, എല്ലാവരും ഫോളോ ചെയ്യേണ്ട റോഡ് മാപ്പ് ഉണ്ടാക്കുകയാണ് പ്ലാനിങ്ങിലൂടെ ചെയ്യുന്നത്. ഇതിലാദ്യം സെറ്റിംഗ് ഗോൾസ് ആണ്. പ്ലാനിങ്ങിൻ്റെ പ്രത്യേകത ഗോൾ സെറ്റ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുക. ഇനീഷ്യേഷൻ ഫേസിൽ നമ്മൾ എന്താണ് ആ പ്രൊജക്റ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുള്ളൂ. പ്ലാനിങ് ഫേസിലാണ് നമ്മൾ അതിൻ്റെ ഗോളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇന്ന ഗോൾസ് നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ തന്നെ പറഞ്ഞിട്ട് ഗോൾ സെറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഭാഗമായി തന്നെ അതിൻ്റെ ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യും.
പിന്നെയാണ് ഈ ഫേസ് ഈ ഗോൾസ് എന്ന് പറയുന്നത് സെറ്റ് ചെയ്യുന്ന ഗോൾസ് എന്തായിരിക്കാം? സ്പെസിഫിക് ഗോൾസ് ആയിരിക്കാം, മെഷറബിൾ ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം, ടൈംലി ആയിരിക്കണം. ഗോളിന്റെ പ്രത്യേകതകൾ ഇങ്ങനെയൊക്കെയാണ്. സ്പെസിഫിക് ഗോൾ ആയിരിക്കണം. ഹൂ, വാട്ട്, വേർ, വെൻ, വിച്ച് ആൻഡ് വൈ, ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യുന്നതായിരിക്കണം ആ ഗോൾ എന്ന് പറയുന്നത്. പിന്നെ മെഷർ ചെയ്ത് നമ്മൾ ക്രൈറ്റീരിയ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം. അറ്റൈനബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കണം. റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ യാഥാർത്ഥ്യബോധത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നതൊക്കെ ആയിരിക്കണം, നമ്മുടെ റിസോഴ്സസ് ഒക്കെ ഉപയോഗിച്ചിട്ട്. ടൈം ബോണ്ട് ആയിരിക്കണം, ടൈം ഫ്രെയിം നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ മറ്റ് പ്രത്യേകതകൾ ഈ ഗോൾസിൻ്റെത് കൊളാബറേറ്റീവ് ആയിരിക്കണം, ലിമിറ്റഡ് ആയിരിക്കണം, ഇമോഷണൽ ആയിരിക്കണം, അപ്രീസിയബിൾ ആയിരിക്കണം, റിഫൈനബിൾ ആയിരിക്കണം. കൊളാബറേറ്റീവ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിനെയൊക്കെ ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ളൊരു പ്ലാൻ ആയിരിക്കണം, ഗോളായിരിക്കണം. ലിമിറ്റഡ് ആയിരിക്കണം, അതിന് ഇത്ര ലിമിറ്റഡ് സ്കോപ്പ് ടൈം ഒക്കെ നിശ്ചയിച്ചിരിക്കണം. അൺലിമിറ്റഡ് ആയിട്ടുള്ള ഗോളില്ല, അത് ലിമിറ്റഡ് ആയിരിക്കണം. ഇമോഷണൽ ആണ്, ഗോൾ ഷുഡ് എന്ത് ചെയ്യണം? എംപ്ലോയീസിനെ ആകർഷിക്കുന്ന ഗോളായിരിക്കണം. അപ്രീസിയേറ്റബിൾ ഗോൾ എന്ത് ചെയ്യണം? നമുക്കിപ്പോൾ അച്ചീവ് ചെയ്യാൻ കഴിയുന്ന അച്ചീവ്മെന്റ്സ് ഉണ്ടായിരിക്കണം. പിന്നെ റിഫൈനബിൾ, ഏതെങ്കിലും ന്യൂ സിറ്റുവേഷൻ അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഗോളാണെങ്കിൽ അതിവിടെ നിന്ന് ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തി വീണ്ടും മോഡിഫൈ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയണം. അത്തരത്തിലുള്ളതായിരിക്കണം ഗോൾ എന്ന് പറയുന്നത്. ഈ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്ലാനിങ്ങിൻ്റെ സ്റ്റേജിൽ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഈ ഘട്ടത്തിൽ തന്നെയാണ് സ്കോപ്പ് ഓഫ് ദി പ്രൊജക്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് പ്ലാനിൽ ആണ് നമ്മൾ സ്കോപ്പ് ഓഫ് ദി പ്രൊജക്റ്റ്, അതിൻ്റെ കോസ്റ്റ്, ക്വാളിറ്റി, അവൈലബിൾ റിസോഴ്സസ്, ടൈം ടേബിൾ, ഇത്രയും കാര്യങ്ങളൊക്കെ ആ പ്ലാനിങ്ങിൽ അത് വരും. പ്രൊജക്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷിംഗ് ബേസ് ലൈൻസ് അല്ലെങ്കിൽ പെർഫോമൻസ് മെഷേഴ്സ്. പെർഫോമൻസ് മെഷേഴ്സിൻ്റെ ബേസ് ലൈൻ അല്ലെങ്കിൽ പെർഫോമൻസ് മെഷേഴ്സ് നിശ്ചയിക്കുന്ന ഘട്ടമാണ് പ്ലാനിങ് ഘട്ടം. നമ്മൾ ഏതൊക്കെ നേടിയെടുക്കേണ്ട ലക്ഷ്യം എന്തൊക്കെയെന്ന് പറയുന്നത് അത് തന്നെയാണ് അതിൻ്റെ ബേസ് ലൈൻ എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ തന്നെ അതിൻ്റെ സ്കോപ്പ് വിശദീകരിക്കേണ്ടതുണ്ട്, ഷെഡ്യൂൾ ചെയ്യേണ്ടതുണ്ട്, കോസ്റ്റ് ഓഫ് എ പ്രൊജക്റ്റ് നമ്മൾ നിശ്ചയിക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മൾ പ്ലാനിങ് ഫേസിലാണ് ചെയ്യുക. കോസ്റ്റ് എന്താണെന്നുള്ളത്, സ്കോപ്പ്, പ്ലാനിൻ്റെ പ്രത്യേകത മറ്റൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടൈം പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി ടൈം ലൈൻ ഉണ്ടാക്കാൻ വേണ്ടി പലതരത്തിലുള്ള ചാർട്ടുകളും മറ്റൊക്കെ ഉപയോഗപ്പെടുത്താം. വർക്കിൻ്റെ ബ്രേക്ക് ഡൗൺ ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഗോൾസ് ഏതൊക്കെ എന്നുള്ളത് നമ്മൾ നിശ്ചയിച്ചിട്ട് അത് നമ്മൾ ഈ ചാർട്ടിൻ്റെ ബേസ് ടൈമിൻ്റെ ചാർട്ട് ഷെഡ്യൂൾ ഉണ്ടാക്കി ആ ചാർട്ടിൻ്റെ ബേസിലൊക്കെ നമുക്കത് നിശ്ചയിക്കാൻ സാധിക്കണം, പ്ലാനിങ്ങിൻ്റെ ബേസ് തന്നെ. നെക്സ്റ്റ് പ്രൊജക്റ്റ് എക്സിക്യൂഷൻ ഫേസ് ആണ്. എക്സിക്യൂട്ടിംഗ് ഫേസിൽ വരുന്നതാണ് പ്രൊജക്റ്റ് അതിൻ്റെ ശരിയായ രീതിയിൽ നടപ്പിലാക്കുക എന്നുള്ളത്. അത് ഇപ്പോഴുള്ള പ്രൊജക്റ്റ് എന്താണ്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, എക്സിക്യൂഷൻ സ്റ്റേജിൽ എന്തൊക്കെ നടപ്പിലാക്കണം, അതിന് നടപ്പിലാക്കുന്നതിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ, അതിനാവശ്യമായിട്ടുള്ള മീറ്റിങ്ങുകൾ, മറ്റ് ഡോക്യുമെൻറ്റുകൾ, പെർഫോമൻസിൻ്റെ റിപ്പോർട്ട്സ്, ഇതൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കേണ്ട ഘട്ടമാണ് എക്സിക്യൂഷൻ ഘട്ടം. എക്സിക്യൂഷൻ ഫേസിൽ ആ പങ്കെടുക്കുന്ന ആളുകൾക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ വിശദീകരിച്ച് നൽകണം, ഇൻഫോംഡ് ചെയ്ത് നൽകിയിരിക്കണം.
ഒരു ടീമിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ദെൻ അവർക്ക് റിസോഴ്സസ് അസൈൻ ചെയ്ത് കൊടുക്കണം. ദെൻ അതിൽ പ്രൊജക്റ്റ് അസൈൻ ചെയ്തതിന് ശേഷം വേണം ഈ എക്സിക്യൂഷൻ നടത്താൻ. ദെൻ അതിന് ശേഷം നമ്മൾ പ്രൊക്യൂർമെൻറ്റ് നടത്തേണ്ടതുണ്ട്. ദെൻ അതേപോലെ തന്നെ ഒരു ട്രാക്കിംഗ് സിസ്റ്റം നമ്മൾ കൊണ്ടുവരണം. അസൈൻമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും, ആ അസൈൻമെൻറ്റ് ടാസ്കുകൾ ഉണ്ടാവും, ആ ടാസ്കുകൾ പൂർത്തീകരിച്ച് കൊടുക്കണം. സ്റ്റാറ്റസ് മീറ്റിങ്ങുകൾ ഉണ്ടാവും, പ്രൊജക്റ്റ് ഷെഡ്യൂൾ അപ്ഡേറ്റ് ഉണ്ടാവും, പ്രൊജക്റ്റ് പ്ലാൻസ് ഇനി ആവശ്യമാണെങ്കിൽ റിഫൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നിശ്ചയിച്ചുള്ള പ്രൊജക്റ്റുകൾ അത് മാറ്റം വരുത്തി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതായത് ഒരു ഡെവലപ്പ് ടീമിന് നമുക്ക് എക്സിക്യൂഷൻ ഫേസിൽ ഡെവലപ്പ് ചെയ്യേണ്ടി വരും, റിസോഴ്സസ് നൽകേണ്ടി വരും, എന്നിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അതോടൊപ്പം പ്രൊക്യൂർമെൻറ്റ് റിസോഴ്സ് നമ്മൾ പ്രൊക്യൂർ ചെയ്യണം. പിന്നെ ട്രാക്കിംഗ് സിസ്റ്റം കൊണ്ടുവരണം. ടാസ്കുകൾ കൊടുത്തിട്ടുണ്ടാവും, ആ ടാസ്കുകൾ ഓരോരുത്തർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. സ്റ്റാറ്റസ് മീറ്റിങ്ങുകൾ കണ്ടിട്ട് ചെയ്യണം, ഇപ്പോഴത്തെ ഓരോ ഘട്ടത്തിലെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ വേണ്ടി. പ്രൊജക്റ്റ് ഷെഡ്യൂൾ അപ്ഡേറ്റ് ചെയ്യണം. ദെൻ മോഡിഫൈ പ്രൊജക്റ്റ് പ്ലാൻസ് മോഡിഫൈ ചെയ്യണം. പിന്നെ ഈ ഘട്ടം കഴിഞ്ഞാണ് മോണിറ്ററിങ് കൺട്രോളിങ് സ്റ്റേജ് എത്തുന്നത്. കൺട്രോളിങ് ഫേസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള നമ്മുടെ പെർഫോമൻസിൻ്റെ പ്രോഗ്രസ് മെഷർ ചെയ്യുന്ന ഘട്ടമാണ് കൺട്രോളിങ് ഫേസ്. നമ്മൾ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള മെഷർ ചെയ്ത് നമ്മൾ പ്രൊജക്റ്റ് പ്ലാനിങ് അനുസരിച്ച് തന്നെയാണ് നമ്മുടെ പെർഫോമൻസ് ഉള്ളതെന്ന് നോക്കുന്ന ഘട്ടമാണ്. അതിന് പെർഫോമൻസ് ഇൻഡിക്കേറ്ററൊക്കെ നോക്കേണ്ടി വരും. ഓരോരുത്തരുടെയും പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്നുള്ളത് ആ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ അപ്പോൾ കൺട്രോളിങ് ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവിടെ പ്രൊജക്റ്റ് മാനേജർ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് ഈ ആയിട്ടുള്ള പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും. ആ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള ആ ഇൻഡിക്കേറ്റേഴ്സ് അനുസരിച്ച് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യണം. അതിൽ പ്രൊജക്റ്റ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ, നമ്മളെ പ്രൊജക്റ്റിൻ്റെ പെർഫോമൻസ് എന്തൊക്കെ, അത് പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക, ചേഞ്ചസ് പ്രൊജക്റ്റ് ടേക്സ് ടു കൺസിഡറേഷൻ, അതിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം കൺട്രോളിങ്ങിൻ്റെ. ദെൻ കൺട്രോളിങ് കഴിഞ്ഞ് പ്രൊജക്റ്റിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ക്ലോസിങ്. മറ്റ് പ്രൊജക്റ്റ് അല്ലാത്ത ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെയും ഒരു ക്ലോസിങ് ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഘട്ടം കൂടി അതിനുണ്ട്, ക്ലോസിങ് ഘട്ടം. അതായത് ഇതിൻ്റെ കോൺട്രാക്റ്റ് പറയുന്നത് അവസാനിച്ച് കഴിഞ്ഞു, ഇനി എന്തില്ല, അതിൻ്റെ ഒരു തുടർച്ചയില്ല. അപ്പോൾ കോൺട്രാക്ടേഴ്സ് ആ വർക്ക് അങ്ങനെ ആളുകളൊക്കെ പിരിച്ചുവിടുന്നവരെയുള്ള നടപടികൾ തുടരേണ്ടതുണ്ട്. ഇതിലേക്ക് പുതിയ പ്രൊജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അടുത്ത ഘട്ടത്തിൽ അടുത്ത പ്രൊജക്റ്റിലേക്ക് മാറേണ്ടതുണ്ട്. ഈ ഒരു ഘട്ടമാണ് ക്ലോസിംഗ് ഘട്ടം. ഈ ക്ലോസിംഗ് ഘട്ടത്തിൽ നമുക്ക് നിലവിൽ പ്രൊജക്റ്റ് വിജയകരമായി പൂർത്തീകരിച്ച് അതിൻ്റെ പേരിൽ എന്ത് ചെയ്യാം, അപ്രീസിയേഷൻ നൽകാം. അപ്പോൾ അത്തരത്തിൽ അപ്രീസിയേഷൻ നൽകുകയൊക്കെ ചെയ്യുന്നൊരു ഘട്ടമാണ് ക്ലോസിംഗ് ഘട്ടം. അത് കംപ്ലീറ്റഡ് ദി പ്രൊജക്റ്റ് എന്നുള്ളതാണ് ക്ലോസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ആ കോൺട്രാക്റ്റ് ഏറ്റെടുത്ത ആളുകൾക്ക് ഇനി ആ ജോലി തുടരേണ്ടതില്ല. അവരെന്ത് കഴിഞ്ഞു, ഇനി അവരെ കഴിഞ്ഞു, ആ പ്രൊജക്റ്റ് കഴിഞ്ഞു. പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളത് ഇനി ആവശ്യമില്ല എന്നൊരു ഘട്ടമാണ് ഈ ക്ലോസിംഗ് ഘട്ടം. ആ ഘട്ടത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, ഫൈനൽ പ്രൊജക്റ്റ് റിപ്പോർട്ട് അവർ സബ്മിറ്റ് ചെയ്യേണ്ടത്. പ്രൊജക്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഘട്ടത്തിലാണ്. ആ പ്രൊജക്റ്റ് റിപ്പോർട്ടും ഒക്കെ തയ്യാറാക്കുന്ന ഒരു ഘട്ടമാണ് ഈ ഒരു ക്ലോസിംഗ് ഘട്ടം. അപ്പോൾ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഇനീഷ്യേഷൻ ഘട്ടമുണ്ട്, പ്ലാനിങ് ഘട്ടമുണ്ട്, എക്സിക്യൂഷൻ ഘട്ടമുണ്ട്, ദെൻ കൺട്രോളിങ് ഘട്ടമുണ്ട്, ക്ലോസിംഗ് ഘട്ടമുണ്ട്. ഈ ഇത്രയും ഘട്ടങ്ങളിലൂടെയാണ് ഒരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് നടക്കുക, സാധ്യമാകുക എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഈ ഘട്ടങ്ങളിലൂടെ മാത്രം കടന്നു പോയാലാണ് ഒരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് സാധ്യമാകും. അപ്പോൾ സ്ട്രാറ്റജിയുടെ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്ന ഘട്ടം ഇതാണ്. പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രൊജക്റ്റുകൾ
ആക്കി വരുത്തുന്ന സ്ട്രാറ്റജികളെ കുറിച്ചാണ്. ആ കൊണ്ടാണ് ഓരോ സ്ട്രാറ്റജീസ്, ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നത്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ പ്രൊജക്റ്റ് ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വർക്ക് കഴിയുമെന്നുള്ളതാണ്. പ്രൊജക്റ്റിൻ്റെ പ്രത്യേകത അതാണ്. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഘട്ടം കഴിഞ്ഞാൽ കഴിഞ്ഞു. നെക്സ്റ്റ് അത് സ്ട്രാറ്റജി ആയിട്ട് പിന്നീട് തുടർന്നു പോകുന്ന അതിന് ബാക്കിയുള്ള ബിസിനസ്സിൻ്റെ വിപുലീകരണമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പിന്നെ ഉണ്ടാവുക. പിന്നെ അതിൽ വേണമെങ്കിൽ റീസ്ട്രക്ചറിങ് ഒക്കെ വരുത്തുകയൊക്കെ ചെയ്യുന്നത് പിന്നീടാണ്, പിൽക്കാലത്താണ്. അതുവരെയും നമ്മൾ ഈ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് അത് നടപ്പിലാക്കുന്ന ഘട്ടത്തിലൊന്നും തന്നെ ഒരു റീസ്ട്രക്ചറിങ്ങിൻ്റെ ആവശ്യകത വരുന്നില്ല. ഇത് ഫസ്റ്റ് ഘട്ടത്തിൽ അത് നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുകയാണ്. ദെൻ അത് പിന്നീട് തുടരണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാം. അതാണ് ഈ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഘട്ടത്തിൻ്റെ പ്രത്യേകത. ഓക്കെ.